ഒരു നല്ലൊരു ശതമാനം വ്യക്തികൾക്ക് അതായത് സമൂഹത്തിൽ പ്രഷർ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഈ പ്രഷർ അനുഭവപ്പെടുന്ന അവനവൻ ചെയ്ത കുറ്റത്തിൻ്റെ വല്ലതും പരിണിതഫലമാണോ അഥവാ നമ്മുടെ ജീവിതശൈലി കൊണ്ടാണോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. സത്യം പറയട്ടെ, പ്രഷറിനൊരു ജനിതക ഘടകമുണ്ട്. ആ ജനിതക ഘടകം എന്ന് ഉദ്ദേശിക്കുന്നത് ഫാദറിനോ മദറിനോ സഹോദരങ്ങൾക്കോ സഹോദരികൾക്കോ അതുപോലെ തന്നെ അമ്മമാർക്കോ അമ്മായിമാർക്കോ പ്രഷർ ഉണ്ടെങ്കിൽ, അതായത് പ്രമേഹം ഉണ്ടെങ്കിലും അങ്ങനെ വരാം, പ്രഷർ ഉണ്ടെങ്കിൽ നമുക്കും പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇത് നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന കാര്യമാണോ? തീർച്ചയായിട്ടും ഇത് നിയന്ത്രിച്ചുകൊണ്ട് ഒരു പരിധി വരെ പോകാൻ കഴിയും. ഞാനിവിടെ ഒരു പരിധി എന്ന് ഉദ്ദേശിച്ചത് അതിൽ കൂടുതൽ നമുക്ക് കഴിയില്ല. കാരണം ജനിതകമായിട്ട് അങ്ങനെ ഒരു ഘടന ഉണ്ടെങ്കിൽ അത് വന്നു ചേരുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ ആയുസ് ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. ഇന്നത് ഏറെക്കുറെ 80-90 നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 60 കഴിഞ്ഞാൽ ചില അസുഖങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്നത് കാണാം. ചിലർക്ക് 50 തന്നെ തുടങ്ങും. ആ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ നീട്ടിക്കൊണ്ട് പോകാൻ നമ്മുടെ റെഗുലറായിട്ടുള്ള വ്യായാമം വഴിക്ക് കഴിയും. അതുപോലെ തന്നെ ആഹാര രീതി വഴിക്ക് കഴിയും. പിന്നെ ജീവിതശൈലി, അതുകൊണ്ടാണ് ഇതിന് ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത്, ജീവിതശൈലി വഴിക്ക് വരും. ഇനി ഒരു സെക്സോളജിസ്റ്റ് എന്ന ലെവലിൽ ഞാൻ പ്രഷറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രഷറും ലൈംഗിക ശേഷിക്കുറവുമായിട്ട് ഒരു നേരിട്ടുള്ള ബന്ധമുണ്ട്. അതായത് പ്രഷർ കൂടുന്നതോടുകൂടി ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടാറുണ്ട്. ഇതല്ലാതെ മറ്റു ചില കാര്യങ്ങളും വരാറുണ്ട്. അതെന്താണെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. പ്രഷർ കൂടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് നിയന്ത്രിച്ച് പോയില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, ഹാർട്ടിലേക്ക് കംപ്ലയിൻറ്റ് വരാറുണ്ട്. അതുപോലെ തന്നെ പ്രഷർ കൂടുന്ന വ്യക്തികൾക്ക് കിഡ്നി തകരാറിലാകാറുണ്ട്. ഇനി പ്രഷർ കൂടുന്ന വ്യക്തികളുടെ തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടിയിട്ട് സ്ട്രോക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമല്ല. അത് ശരിക്കും നിയന്ത്രിച്ച് പോയില്ലെങ്കിൽ നമുക്ക് അബദ്ധങ്ങൾ പലതും ഉണ്ടാക്കുന്ന, അപകടങ്ങൾ പലതും ഉണ്ടാക്കുന്ന ഒരസുഖം തന്നെയാണ്. ഈ അവസ്ഥയിൽ പ്രഷർ എന്താണെന്നുള്ള ആദ്യം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. സാധാരണയിൽ നമ്മുടെ ഹൃദയം എന്താണ് ചെയ്യുന്നത്? ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് രക്തം വലിച്ചുകൊണ്ട് വരുന്നു, ശരീരത്തിലേക്ക് വേണ്ടത്ര ഭാഗങ്ങളിലേക്ക് രക്തം തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ വലിച്ചുകൊണ്ട് വരുന്നത് സാധാരണ ഇതിൽ ഇൻഫീരിയർ വെയിന കാവ അങ്ങനെയുള്ള വെയിനുകൾ വഴിക്കാണ്. തിരിച്ചു കൊടുക്കുന്ന ആർട്ടറികൾ വഴിക്ക്, അയോർട്ട വഴിക്കാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ രക്തക്കൊഴലുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വ്യതിയാനം ഉണ്ടാകുകയാണെങ്കിൽ അത് പ്രഷറിലേക്ക് നീങ്ങാറുണ്ട്. നമുക്കൊരു സാധാരണ പമ്പ് സെറ്റിനെ എടുക്കാം. കിണറ്റിൽ നിന്നൊക്കെ മോട്ടോർ പമ്പ് ചെയ്യുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്. വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. വെള്ളം സുഗമമായി പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ വെള്ളം ഞെക്കി പിടിക്കുകയാണെങ്കിൽ ആ കുഴലിലുണ്ടാകുന്ന മർദ്ദം കൂടുന്നതായിട്ട് കാണാം. ഒരു ഗാർഡൻ ഹൗസായിട്ട് ചിന്തിച്ചാൽ മതി. ചെറിയൊരു പമ്പ് സെറ്റ് വെച്ചിട്ട് നമ്മൾ വെള്ളം പുറത്തേക്ക് അടിക്കുന്നു. അതിൽ അതായത് കുഴലിൻ്റെ അറ്റം ഒന്ന് ഞെക്കി കൊടുക്കുകയാണെങ്കിൽ വെള്ളം നല്ല ദൂരേക്ക് പോവും. അതോടൊപ്പം തന്നെ ഈ കുഴലിനുള്ളിൽ നിന്ന് മർദ്ദം ഈ ട്യൂബിൻ്റെ പുറത്തേക്ക് വരികയും അവിടെ നമുക്ക് പിടിച്ചു നോക്കുകയാണെങ്കിൽ പ്രഷർ കൂടുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇതേ അവസ്ഥ തന്നെയാണ് രക്തക്കൊഴലിലും സംഭവിക്കുന്നത്. പക്ഷേ രക്തക്കൊഴലുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിന് ചുരുങ്ങുവാനും വികസിക്കുവാനുമുള്ള കഴിവുണ്ട്. ഈ പമ്പ് സെറ്റിൽ കണക്ട് ചെയ്യുന്ന പൈപ്പിന് അതില്ല. അങ്ങനെ ചുരുങ്ങാനും വികസിക്കാനുമുള്ള കഴിവ് ഇല്ല എന്ന് തന്നെ പറയാം. വളരെ ചെറുതായിട്ടുണ്ടായിക്കൂടായില്ല. ഓക്കെ, അപ്പോൾ ഈ രക്തക്കൊഴലുകൾക്ക് ചുരുങ്ങാനും വികസിക്കാനുമുള്ള കഴിവ് നമ്മുടെ നല്ല ആരോഗ്യമുള്ള സന്ദർഭത്തിൽ നല്ല രീതിയിലുണ്ടാവും. ആരോഗ്യം ക്ഷയിക്കുന്നതോടുകൂടി, പ്രായം മുന്നോട്ട് പോകുന്നതോടുകൂടി രക്തക്കൊഴലുകൾക്ക് ചുരുങ്ങാനും വികസിക്കാനുമുള്ള കഴിവില്ലാതാകുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി പോകുന്നു. അപ്പോൾ ഇലാസ്റ്റിസിറ്റി പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് റിജിഡായി മാറുന്നു. അപ്പോൾ വരുന്ന രക്തം ഇവിടെ കൂടുതലായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയാതെ അടഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, ഞാൻ നേരത്തെ പൈപ്പിൻ്റെ കാര്യത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ വരുന്നു. അതിന് വേണ്ടത്ര വികസിക്കാൻ കഴിയാത്തതുകൊണ്ട് അതിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയേണ്ടത്. അപ്പോൾ ഹാർട്ട് പമ്പ് ചെയ്യുന്നതിന് സാധാരണ രീതിയിൽ പമ്പ് ചെയ്യുന്നു. പുറമോട്ട് പോകുന്നത്, പുറത്തേക്ക് രക്തം തള്ളിക്കൊണ്ട് പോകുന്നതിൽ ഒരു മർദ്ദം അനുഭവപ്പെട്ടാൽ ഇതിൻ്റെ ലോഡ് താങ്ങേണ്ട ആരാണ്? ഇതിൻ്റെ മർദ്ദം മൊത്തം താങ്ങേണ്ട ആരാണ്? അത് ഹാർട്ട് തന്നെയാണ്. അപ്പോൾ ഹാർട്ടിന് അറ്റാക്ക് ഉണ്ടാകാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. ഏതാണ്ട് ഇതേ സമാന രീതിയിൽ വൃക്കകളിലേക്കും രക്തം എത്തുമ്പോൾ വേണ്ടത്ര രക്തം എത്താത്ത ഒരവസ്ഥ വരും. വൃക്കകൾ തകരാറിലേക്കാവും. സ്ട്രോക്ക് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ രക്തക്കൊഴൽ പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ ആ പ്രദേശത്തേക്കുള്ള തലച്ചോറിലേക്കുള്ള രക്തക്കൊഴൽ അടഞ്ഞു പോവുക, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇത് രണ്ടും പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവും. ഇനി പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നത്? അത് നമുക്കൊന്ന് ചിന്തിക്കാം.
നേരത്തെ സൂചിപ്പിച്ചു, ഇത് റിജിഡായി കഴിയുമ്പോൾ അതിന് വികസിക്കാനും ചുരുങ്ങാനും കഴിയില്ല. അപ്പോൾ വികസിക്കാനും ചുരുങ്ങാനും കഴിയാതെ വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? വേണ്ടത്ര രക്തം മുമ്പോട്ട് പോകാത്തൊരവസ്ഥ വരും. ലിംഗത്തിലേക്ക് വേണ്ടത്ര രക്തം എത്തിയില്ലെങ്കിൽ ലിംഗം ഉദ്ധരിക്കുകയില്ല. അങ്ങനെ ലിംഗം ഉദ്ധരിക്കാത്തൊരവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ടത് പ്രഷറുള്ള രോഗിയാണെങ്കിൽ പ്രഷർ കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നാം അനുമാനിക്കണം. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. പ്രഷർ ഇങ്ങനെ കൂടുന്നതോടുകൂടി ഈ രക്തക്കൊള്ളുകളുടെ ഉൾപ്പാളി എൻഡോത്തീലിയം തകരാറിലാകുന്നു, അത് പൊട്ടിപ്പോകുന്നു. രക്തക്കൊള്ളുകൾക്ക് 3 പാളിയുള്ളതിൽ ഏറ്റവും ഉള്ളിലത്തെ പാളിയാണ് ഈ രക്തക്കൊള്ള്, അതായത് എൻഡോത്തീലിയം. ആ എൻഡോത്തീലിയം പൊട്ടിപ്പോകുന്നു. അങ്ങനെ എൻഡോത്തീലിയം പൊട്ടിപ്പോകുന്നതോടുകൂടി അവിടെ രക്തം കട്ട പിടിക്കാൻ തുടങ്ങുന്നു. ലിംഗത്തിലേക്കുള്ള രക്തക്കൊള്ള് വളരെ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് അത് ബ്ലോക്ക് ആവുന്നു. ഉള്ളിൽ വെച്ച് ബ്ലോക്ക് ആവുന്നതോടുകൂടി ലിംഗത്തിന് വേണ്ടത്ര രക്തം എത്താത്ത അവസ്ഥ വരുന്നു. ഇതുപോലെ തന്നെ ഈ എൻഡോത്തീലിയത്തിൽ നിന്ന് വേറൊരു രാസപദാർത്ഥം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതാണ് നൈട്രിക് ഓക്സൈഡ്. അത് നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിൽ നിന്നൊക്കെ നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. ആ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എൻഡോത്തീലിയം ഇൻടാക്റ്റ് ആയിരിക്കണം. അതിന് ഒരു ക്ഷതം ഏൽക്കരുത്. അങ്ങനെ ക്ഷതം ഏറ്റു കഴിഞ്ഞാൽ അതിന് നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രഷറുള്ള വ്യക്തികൾക്ക് ഒന്ന് ലിംഗത്തിലേക്ക് വേണ്ടത്ര രക്തമെത്തുന്നില്ല, അതുകൂടാതെ നൈട്രിക് ഓക്സൈഡ് വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഈ രീതിയിലാണ് അനുഭവപ്പെടുന്നത്. ഇനി മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. പ്രഷർ അങ്ങനെ കൂടുകയാണെങ്കിൽ ഞരമ്പുകൾക്ക്, അതായത് തലച്ചോറിൽ നിന്ന് സിഗ്നലുകൾ കൊണ്ടുവരുന്ന സുഷ്മനാനാഡി വഴി ലിംഗത്തിലേക്ക് എത്തിക്കുന്ന ഞരമ്പുകളുണ്ട്, നേർവ്സ് എന്നാണ് ഇതിന് പറയുക. ആ നേർവുകൾക്ക് ക്ഷതമുണ്ടാകുന്നു. നേർവുകൾക്ക് ക്ഷതമുണ്ടായാലും ലിംഗത്തിലേക്ക് രക്തക്കൊഴൽ വികസിക്കാനുള്ള അനുവാദം അഥവാ അതിനുള്ള പ്രചോദനം നൽകുന്നത് ഈ ഞരമ്പുകളാണ്. അതവിടെ പ്രവർത്തിക്കാതെ വരുന്നു. അങ്ങനെ വരുന്നതോടൊരു 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, രക്തക്കൊഴൽ ബ്ലോക്കാവുന്നു. 2, നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം ഇല്ലാതാകുന്നു. അതുകൂടാതെ തന്നെ ഞരമ്പുകളെ അത് തകരാറിലാക്കുന്നു. ഇങ്ങനെ 3 കാരണങ്ങൾ കൊണ്ടാണ് ലൈംഗിക ശേഷിക്കുറവുണ്ടാകുന്നത്. ഈ 3 കാരണങ്ങളും മറ്റവയവങ്ങളെയും ബാധിക്കാറുണ്ട്. പക്ഷേ മറ്റവയവങ്ങളെ ബാധിക്കുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല. അഥവാ ഹാർട്ട് അറ്റാക്കായിട്ടോ സ്ട്രോക്കായിട്ടോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടോ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രഷറുണ്ടോ പ്രമേഹമുണ്ടോ എന്നൊക്കെ സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ കാരണം ഇതാണ്. ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്താണ് ഇതിൻ്റെ കാരണമെന്നുള്ളത്, ഞരമ്പുകളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പ്രത്യേക ഉപകരണങ്ങളുണ്ട്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈ കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള ചികിത്സ നൽകേണ്ടതുണ്ട്. ആ ചികിത്സ വേണ്ട സമയത്ത് എടുക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ശേഷി വീണ്ടെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതായിട്ടും കാണാൻ കഴിയും. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രഷർ ഉണ്ടെങ്കിലും അവർ ഗുളിക കഴിക്കാതെ അവരിങ്ങനെ വ്യായാമം ചെയ്തും ആഹാര നിയന്ത്രണം എന്നൊക്കെ പറഞ്ഞ് പോകാറുണ്ട്. പ്രഷർ ഒരു പരിധി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗുളിക തന്നെ കഴിക്കണം. ആ ഗുളികകൾ കഴിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രഷർ കുറയുന്നതോടുകൂടി ലൈംഗിക ശേഷി വീണ്ടെടുക്കാൻ കഴിയും. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. പ്രഷറിന് കഴിക്കുന്ന ചില ഗുളികകളും ലൈംഗിക ശേഷി കുറവുണ്ടാക്കാറുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഗുളികകളാണ് ബീറ്റ ബ്ലോക്കർ ഗണത്തിൽപ്പെട്ട അറ്റനോൾ എന്ന് പറയുന്ന ഗുളികകൾ. അങ്ങനെ അറ്റനോൾ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ലൈംഗിക ശേഷി കുറവുണ്ടാവും. അതിൻ്റെ കാരണം പ്രഷറല്ല, പ്രഷറിന് കഴിച്ച ഗുളികകളാണ് എന്ന് കരുതി നമ്മൾ പ്രഷറിൻ്റെ ഗുളികകൾ നിർത്തുകയല്ല വേണ്ടത്. അപ്പോൾ അറ്റനോൾ കൊണ്ട് ആ പ്രശ്നം ഉണ്ടാകുന്ന ഇന്ന് ശാസ്ത്രലോകത്തിനറിയാം, വൈദ്യശാസ്ത്രത്തിനറിയാം. അറ്റനോൾ പോലെയുള്ള ഗുളികകൾ കഴിക്കാതെ, ബീറ്റ ബ്ലോക്കേഴ്സ് പോലെയുള്ള ഗുളികകൾ കഴിക്കാതെ മറ്റു ഗുളികകൾ ഇഷ്ടം പോലെ ലഭ്യമാണ്. അത്തരം ഗുളികകൾ